ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ എന്താണ് മീഡിയ കൺവെർട്ടർ നോക്കാം. മീഡിയ കൺവെർട്ടർ പലരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളൊരു ഓൾറെഡി ഇതിനകത്ത് ചെയ്യുന്നവരാണെങ്കിൽ ഇത് കാണേണ്ട ആവശ്യമില്ല, അവർക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. ഇതൊരു ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ്. അപ്പോൾ മീഡിയ കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിലുള്ളത് തന്നെ മീഡിയ കൺവെർട്ട് ചെയ്യുന്നതാണ്. അതായത് എന്താണ്, ഒരു സിഗ്നലിനെ അടുത്തൊരു സിഗ്നലിലേക്ക്, അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ലാൻഡ് കേബിൾ നമ്മൾ ലേ ചെയ്യുമ്പോൾ അതിൽ വരുന്നതാണ് കോപ്പർ വഴിയാണ് ആ സിഗ്നൽ വരുന്നത്. അപ്പോൾ അതിനെ ഫൈബർ കേബിളിലോട്ട് വരുമ്പോൾ എന്താവും, ഫൈബർ കേബിളിലോട്ട് വരുമ്പോൾ ഫൈബറിലോട്ടാണ് സിഗ്നൽ പോകുന്നത്. അപ്പോൾ അവർ കൺവേർട്ട് ചെയ്യുന്നതാണ്, അതായത് ഒരു കൊയാക്സൽ കണക്ഷനെ ഒരു ഫൈബർ കണക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മീഡിയ കൺവെർട്ടർ. മീഡിയ കൺവെർട്ടർ വേറെയും പർപ്പസിന് ഉപയോഗിക്കട്ടെ, നോർമലി വരുന്ന കാര്യമാണ് പറയുന്നത്. അതായത് ആ ഒരു കൺവേർഷൻ ഇവിടെ നടക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ ഒരു ഫൈബറിൻ്റെ ഒരു പാച്ച് കോഡ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് SFP ഉള്ളൊരു മൊഡ്യൂളാണ്. SFPനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ SFP മൊഡ്യൂളിലോട്ട് നമ്മളൊരു ഫൈബർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്തിൽ കൂടി നമുക്ക് അതിൻ്റെ കൊയാക്സിൽ ഔട്ട്പുട്ട് കിട്ടും. അതായത് ആ ഒരു ലാൻഡ് കേബിൾ വഴി കിട്ടും. ഇവിടെ എവിടെയാണ് യൂസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഏരിയയിൽ നമുക്ക് ഈ ഒരു മീഡിയ കൺവെർട്ടർ യൂസ് വരാറുണ്ട്. ഒന്ന്, നമ്മളുടെ ഒരു ബ്രോഡ്ബാൻഡ് രംഗത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലീസ് ലൈൻ എടുക്കുന്ന ആൾക്കാർ, ലീസ് ലൈൻ അറിയാം, മിനി ലീസ് ലൈൻ ആണെങ്കിൽ ലീസ് ലൈൻ ആയാലും നമുക്ക് ആ ഒരു OLT ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈനായിട്ട് നമുക്ക് കിട്ടണമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് അവിടെ ഫൈബർ ചെയ്യുന്ന ആ ഒരു സ്പീഡ് കറക്റ്റ് ആ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടാനായിട്ട് അവർ ഉപയോഗിക്കുന്നു. ഈ ഒരു മീഡിയ കൺവെർട്ടർ അവിടെ ഉപയോഗിക്കും. അതായത് ആ വരുന്ന ആ കേബിളിനെ ആ ഒരു ഫൈബറിനെ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഔട്ട്പുട്ടിലൂടെ അത് കൊയാക്സിൽ സിഗ്നലാക്കി, ഒരു കൊയാക്സിൽ കേബിളിലൂടെ, അതായത് ഒരു ലാൻഡ് കേബിളിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മോഡത്തിന് പകരം ഈ ഒരു റൗട്ടർ വെച്ചിട്ട് കാര്യമില്ല. ഈ ഒരു മീഡിയ കൺവെർട്ടർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക അപ്പോൾ അങ്ങനെയാണ്, ഈ ഒരു ഫൈബർ നേരെ ഇവിടെ കുത്തിയിട്ട് ഇതിൽ കൂടി ആ ലൈൻ എടുത്തിട്ട് നേരെ അങ്ങോട്ട് കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചാൽ പോലെയായിരുന്നു. അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഇത് സിഗ്നൽ കൺവെർട്ട് ചെയ്യുമെന്നുള്ളത് ശരിയാണ് മീഡിയ കൺവെർട്ടർ. പക്ഷേ ഇതിന് ഒരു DHCP സെർവർ റൺ ചെയ്യാനുള്ളൊരു കഴിവില്ല, അതായത് IP ഇഷ്യൂ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന കണക്ഷൻ, ഇപ്പോൾ ലീസ് ലൈൻ ആയാലും ഫൈബർ വന്നിട്ട് ഇതിൽ വരുന്ന കോപ്പർ കണക്ഷൻ, അതായത് ആ ഒരു ലാൻഡ് കേബിളിനെ നേരെ ഒരു റൗട്ടറിൽ കുത്തിയിട്ട് ആ റൗട്ടറിൽ ആ ഒരു സ്റ്റാറ്റിക് ആണെങ്കിൽ ആ ഒരു IP കോൺഫിഗറേഷൻ ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് ആ ഒരു കണക്ഷൻ ചാലു ആവുള്ളൂ, ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ അത്രയും ഏരിയകളിൽ ആ ഒരു നേരെ നമുക്ക് ആ ഫൈബർ ആ ഒരു മോഡത്തിൽ കുത്താൻ പറ്റില്ല. ആ ഒരു മോഡത്തിൽ കുത്താൻ പറ്റില്ല എന്നല്ല, ആ ഒരു കണക്ടിവിറ്റിയിലോട്ട് കൊടുക്കണേക്കാൾ നല്ലത് ഇതൊരു കൺവെർട്ടർ വെച്ച് കൊടുക്കുമ്പോൾ, അതായത് അവിടെ ഫൈബർ വന്ന് കയറിയിട്ട് അതിനകത്ത് നിന്ന് കൊയാക്സൽ കൺവെർട്ടർ വെച്ച് കൊടുക്കുമ്പോൾ ആ ലാൻഡ് കേബിൾ നേരെ റൗട്ടറിൽ കുത്തി അത് കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് മോഡത്തിന് പകരം ഉപയോഗിക്കാൻ സാധിക്കില്ല, കാരണം അതിനകത്തൊരു DHCP സെർവർ ഇല്ല. പിന്നെ ഇത് കൂടുതൽ ഉപയോഗപ്പെടുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് CCTV ചെയ്യുന്ന ആൾക്കാർ. നമുക്കറിയാം ലാൻഡ് കേബിളിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 100-110 മീറ്റർ അല്ലെങ്കിൽ 120 മീറ്ററൊക്കെ മാക്സിമം കേബിൾ ലെങ്ത്തിൽ വലിക്കാനായിട്ടേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനപ്പുറത്തോട്ട് നമ്മൾ ആ ലെങ്ത്തിലോട്ട് വലിക്കേണ്ട സമയത്ത് ഫൈബർ കേബിൾ വലിക്കാം. ഫൈബർ കേബിൾ നമുക്കറിയാം കിലോമീറ്ററുകളോളം സിഗ്നൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്നാണ് ഫൈബർ കേബിൾസ്. അപ്പോൾ ഫൈബർ കേബിൾ വലിക്കുമ്പോൾ അത്തരം കേബിൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത്തരം കേബിളിൽ നമ്മൾ വലിക്കുമ്പോൾ ഈ രണ്ട് എൻഡിലും ഇതുപോലെ രണ്ട് മീഡിയ കൺവെർട്ടർ നോർമലി പെയറായിട്ട് ഇടുന്നത്, അതൊരു RX TX എന്നൊക്കെ പറഞ്ഞ പോലെ ആ രണ്ട് റിസീവിങ് എൻഡിലും ആ ഒരു ട്രാൻസ്ഫറിങ് എൻഡിലും രണ്ട് എൻഡിലും ഈ ഒരു പെയറായിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഈ രണ്ട് എൻഡിലും ആ ഒരു കേബിളിൽ നിന്ന് ആ ഒരു ഫൈബർ കേബിൾ നമ്മൾ ഓൾറെഡി വലിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഫൈബർ കേബിൾ നേരെ നിന്ന് നമുക്കത് സ്വിച്ചിൽ കുത്താൻ പറ്റില്ല. അപ്പോൾ അതിന് വന്നിട്ട് എന്ത് ചെയ്യും, ഇത്ര മീഡിയ കൺവെർട്ടർ വെച്ചിട്ട് അതിനെ നേരെ ഈ ഒരു ലാൻഡ് കേബിൾ വലിക്കുന്ന ഈ ഒരു കൊയാക്സിൽ കണക്ഷനിലോട്ട് അതിനെ മാറ്റും. എന്നിട്ട് ഈ ലാൻഡ് കേബിൾ നേരെ നമ്മൾ സ്വിച്ചിൽ കൊടുക്കുകയും ചെയ്യുന്നത്. ശരിയാണ്, ഇപ്പോൾ അത് SFP വരുന്ന പോർട്ടുകൾ വരുന്ന സ്വിച്ചുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ SFPയിലോട്ട് നേരിട്ട് കുത്തിയിട്ട് നമുക്ക് കണക്ഷൻ എടുക്കാം. എന്നാലും ഈ ഒരു മീഡിയ കൺവെർട്ടറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്, അതായത് അവർ നേരിട്ട് വയറ് വരുമ്പോൾ ഒരു ഫൈബർ കേബിൾ വരുമ്പോൾ ഈ രണ്ട് സൈഡിലും ഈ ഒരു മീഡിയ കൺവെർട്ടർ വെച്ചിട്ട് ആ ഫൈബറിൻ്റെ ഈ ഒരു ലാൻഡ് കേബിൾ ഒരു കൊയാക്സൽ കണക്ഷനായിട്ടോ ലാൻഡ് കണക്ഷനായിട്ട് മാറ്റുകയും അതിലൂടെ നമ്മൾ സ്വിച്ചിലോട്ടോ അല്ലെങ്കിൽ റൗട്ടറിലോട്ടോ കൊടുത്ത് കോൺഫിഗറേഷൻ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു മീഡിയ കൺവെർട്ടറിൻ്റെ ആവശ്യം വരുന്നത്. കൺവെർട്ടർ ഇവിടെ മാത്രമല്ല കേട്ടോ, സെർവർ എൻഡിലൊക്കെ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ OLT മേഖലയിലോട്ട് ആ ഒരു റൂമിലോട്ട് വരുമ്പോൾ ഈ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരുടെയൊക്കെ അത്തരം സെർവർ റൂമിലോട്ട് വരുമ്പോൾ അവർക്ക് ഒരുപാട് കേബിളുകളൊക്കെ ഫൈബറിലൊന്ന് കയറുന്ന കേബിളുകളൊക്കെ ഈ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇതിൻ്റെ പല തരത്തിലുള്ള മീഡിയ കൺവെർട്ടറുകൾ ഉപയോഗിക്കാറുണ്ട്. മീഡിയ കൺവെർട്ടറും ഇത് പറഞ്ഞ പോലെ തന്നെ ജിഗ കൺവെർട്ടേഴ്സ് കിട്ടും, നോർമൽ കൺവെർട്ടേഴ്സ് കിട്ടും. അതായത് ജിഗ അറിയാമല്ലോ, അതായത് 1000 Mbps മേളിൽ, അതായത് 1 Gbps മേളിലൊക്കെ ആ ഒരു സ്പീഡ് വരുന്നതിനാണ് ജിഗ കണക്ടേഴ്സ് മീഡിയ കൺവെർട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർമൽ കണക്ടേഴ്സ് 1000 Mbps താഴെ വരുന്ന ആ ഒരു സ്പീഡ് കാര്യങ്ങളുള്ള ആ ഒരു സ്പീഡിലും വരുന്ന കൺവെർട്ടേഴ്സ് ഉണ്ട്. അത്തരം കൺവെർട്ടേഴ്സ് മീഡിയ കൺവെർട്ടേഴ്സ് പല വിധത്തിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ജിഗ അല്ലെങ്കിൽ നോർമൽ മീഡിയ കൺവെർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത്തരം നമുക്ക് ആവശ്യം ഏതാണ് അതനുസരിച്ചിട്ടുള്ള കൺവെർട്ടേഴ്സ് നമുക്ക് വിളിക്കാം. ഫൈബറിലൂടെ ഒരുപാട് സ്പീഡ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു കൺവെർട്ടറുകൾ നമ്മൾ മേടിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്ത് ആ ഒരു ലാൻഡ് കേബിളിലൂടെ, അതായത് കൊയാക്സൽ കണക്ഷനിലൂടെ നിങ്ങൾക്ക് ഔട്ട് എടുത്ത സ്വിച്ചിലോട്ടും അതേ സ്പീഡ് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വേണ്ട തരത്തിലുള്ള മീഡിയ കൺവെർട്ടറുകൾ ഉപയോഗിക്കാം. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും മീഡിയ കൺവെർട്ടർ നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ അനുസരിച്ച് മീഡിയ കൺവെർട്ടർ
ഏത് വാങ്ങണമെന്നുള്ളത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് നമുക്ക് പറയാനുണ്ട് ഈ മീഡിയ കൺവെർട്ടറിൻ്റെ കാര്യം പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഈ ഫൈബറിൻ്റെ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ക്ലാസ് തന്നെ എടുക്കാം. അടുത്തൊരു ആഴ്ചയിലെങ്കിൽ ഫൈബറിൻ്റെ തന്നെ നമുക്കൊരു കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതായത് ഒരു ക്യാമറയിലോട്ടൊക്കെ കണക്ടിവിറ്റി എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം, അതിന് എത്തരത്തിലുള്ള മീഡിയ കൺവെർട്ടറുകൾ വാങ്ങണം, അതിനെങ്ങനെ കണക്ടിവിറ്റി കൊടുക്കുക എന്നൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു മീഡിയ കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ ഇതായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഫൈബറിൽ നിന്ന് നമുക്കതൊരു കോയാക്സിയൽ കണക്ഷനിലോട്ട് അല്ലെങ്കിൽ ഒരു ലാൻഡ് കേബിളിലോട്ടൊക്കെ വലിച്ച് അവർ കണക്ടിവിറ്റി സാധ്യമാക്കുന്നതിന് ഫൈബറിൻ്റെ രണ്ടറ്റത്തുമായിട്ട് അല്ലെങ്കിൽ രണ്ടെൻഡിലും സ്ഥാപിക്കുമ്പോഴാണ് CCTVയിലൊക്കെ നോർമലി അത് CCTV എന്നല്ല ഏത് മേഖലയിലായാലും ആ ഒരു രണ്ടെൻഡിലായിട്ടാണ് ഇത് വരുന്നത്. അത് കൺവെർട്ട് ചെയ്യും. ആ കോയാക്സിൽ വരുന്നത് ഫൈബറിലോട്ട് കൺവെർട്ട് ചെയ്തിട്ട് നേരെ തിരിച്ച് അതേപോലെ തന്നെ ഫൈബറിൽ നിന്ന് കോയാക്സിലോട്ട് കൺവെർട്ട് ചെയ്ത് നമ്മുടെ നെറ്റ്വർക്കിലോട്ട് ആ ഒരു കണക്ടിവിറ്റി എത്തിക്കുന്ന ഒന്നാണ് ഈ ഒരു മീഡിയ കൺവെർട്ടർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലോട്ട് വീണ്ടും കാണാം. നിങ്ങൾ ഒരു ടെക്നിക്കലി ഇതൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു മെമ്പേഴ്സ് ഉള്ളി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. വളരെ നിസ്സാര പൈസകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക, എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.